ഇപ്പോൾ ഈ ഗൾഫ് കഴിഞ്ഞു, അല്ലെ ഗൾഫിൻ്റെ കാലം തീർന്നു എന്നുള്ളത് എല്ലാ ഘട്ടങ്ങളിലും ഓരോ ഘട്ടങ്ങളിലും നമ്മൾ കേൾക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ചും ഇവിടെ ഉള്ള ആൾക്കാരും നാട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെയും കേൾക്കലുണ്ട്. ഇപ്പോൾ കോവിഡ് വന്നപ്പോൾ നമ്മൾ കേട്ടു, വലിയ ആഗോള സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോൾ നമ്മൾ കേട്ടു. ഇപ്പോൾ ഈ പറഞ്ഞ വാർ വരുന്ന സമയത്ത് നമ്മളിത് കേൾക്കുന്നുണ്ട്. എന്താണ് ഇത്? ഇതിൽ ഈ ഒരു എന്താ പറയുക ആരോപണം അല്ലെങ്കിൽ ഈ ഒരു പ്രസ്താവന വലിയ നുണ. അവരുടെ കയ്യിൽ ഡാറ്റ ഇല്ല, ഡാറ്റ ഡ്രിവൻ അല്ല. നമ്മുടെ കയ്യിലുള്ള ഡാറ്റയാണ്. ഡാറ്റ വേണം കറക്റ്റായിട്ട്. ഇങ്ങനെ പറയുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്ത് ഡാറ്റ ആണ്? ഞാൻ എ ഫുഡ് സ്പെഷ്യലിസ്റ്റ്. എൻ്റെ ദൗത്യം എന്ന് പറയുന്നത് ഈ നാട്ടിലുള്ള ആൾക്കാർക്ക് ഫുഡ് കിട്ടുന്നുണ്ടോ ഇല്ലേ, അതിൻ്റെ സാധ്യതകൾ എന്താണ്, അതാണ് ഞങ്ങളുടെ ഒരു വിഷൻ എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെ മാത്രമേ നമുക്ക് പ്രൊജക്റ്റ് ഇറങ്ങാൻ പറ്റൂ. അപ്പം ഞങ്ങൾ എന്താ നോക്കുക, നെക്സ്റ്റ് 5 years എപ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന സംഭവമാണ്. നെക്സ്റ്റ് 5 years UAE വേണ്ട ഫുഡ് എന്തായിരിക്കണം, അതിൽ നമ്മളെ മാർക്കറ്റ് ഷെയർ എത്രയായിരിക്കണം, നമുക്ക് എത്ര ഷെയറാണ് വേണ്ടത്. ഇതാണ് നമ്മളൊരു ബേസിക് ഘടന എന്ന് പറയുന്നത്. 2030 ആകുമ്പോഴേക്ക്, ഇനി എത്രയുള്ള 4 വർഷമല്ലേ, ഞങ്ങൾ 2 വർഷം മുമ്പ് പ്രിഡിക്റ്റ് ചെയ്താട്ടോ. അന്ന് ഇവിടുത്തെ പോപ്പുലേഷൻ 9 million ആയിരുന്നു. 15 million ആകാൻ പോകും. 15 million എങ്ങനെയാണ്? നാഷണൽ പോപ്പുലേഷൻ കൂടുക മാത്രമല്ല, എക്സ്പാട്രിയേറ്റ് പോപ്പുലേഷൻ ഭയങ്കരമായിട്ട് കൂടാൻ പോകും UAE. എന്തുകൊണ്ടാണ്? സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഈ കാരണം കൊണ്ട് ഇവിടെ പോപ്പുലേഷൻ നല്ലപോലെ കൂടാൻ പോകും. അതിൽ ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കാൻ പോകുന്നത് ഇന്ത്യക്കാർക്കാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പോകുന്നത് മലയാളികൾക്കാണ്. കാരണം ആ സമൂഹത്തിൽ ഈ നാട്ടിലെ ഭരണകർത്താക്കൾക്ക് ഇഷ്ടമാണ്. ഒറ്റ ചേഞ്ചേ ഉള്ളൂ. നമ്മൾ കുട്ടികളെ പറഞ്ഞു കൊടുക്കേണ്ടത് ഒന്ന് ട്രെൻഡ് മനസ്സിലാക്കുക കറക്റ്റായിട്ട്, എന്നിട്ട് റൈറ്റ് എഡ്യൂക്കേഷൻ എന്ത് ചെയ്യുക, കൊടുക്കാം. എഡ്യൂക്കേഷൻ മാത്രമല്ല, ട്രെയിൻഡ് ആൾക്കാരായിരിക്കണം പുറത്തു വരുന്നത്. വെറുതെ കോളേജ് പഠിച്ച ഡിഗ്രി കൊണ്ട് അക്കാഡമിക് സർട്ടിഫിക്കറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അക്കാഡമിക് സർട്ടിഫിക്കേഷൻസ് അത് മാത്രം പോരാ, അതിൻ്റെ കൂടെ എക്സ്ട്രാ ഉള്ള പ്ലസ് കൊണ്ടുവന്നാലും ഈ നാട് ഓപ്പണാണ്. സാധ്യതകൾ തീരുന്നില്ല നാടാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. യാതൊരു സംശയമില്ല. പിന്നെ ആരെന്ത് പറഞ്ഞാലും ഇത് 15 million പോകുമ്പോൾ അതിൽ വലിയ ഭാഗം ഗുണം ലഭിക്കാൻ പോകുന്നത് മലയാളികൾക്കാണ്. ഇന്നിവിടെയുള്ള എത്രയാണ് നമ്മളുള്ളത്? ഇന്ത്യക്കാർ 4.5 million ആണെങ്കിൽ നമ്മൾ 2.5 million നമ്മളാണ്. 25 ലക്ഷം മലയാളികൾ താമസിക്കുന്ന ടൗണാണ് UAE എന്ന് പറയുന്നത്. അത് 5 million ആകാൻ പോവാ. മലയാളികൾ കൂടാൻ പോവാണ്. കറക്റ്റ്. ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, മുമ്പ് നമ്മുടെ നാട്ടിൽ നിന്ന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആദ്യം ഈ ചെറുപ്പക്കാർ മാത്രമേ വരിക. ഇന്ന് അബുദാബിയിലെയും ദുബൈയിലെയും ഷാർജയിലും അജ്മാനിലും അല്ലെങ്കിൽ ഉമ്മുൽ ഖുവൈത്ത് റാസൽഖൈമയിലൊക്കെ എത്രയോ നാട്ടിൽ നിന്ന് പഠിച്ച് ആരും ഇവിടെ ഇല്ലാതെ വരുന്ന, ഇവിടെ നല്ല ജോലിയിൽ നിന്നുകൊണ്ട് സമ്പാദിച്ച് നല്ലപോലെ ജീവിച്ചു പോകുന്ന എത്രയോ പെൺകുട്ടികളുണ്ട് ഇവിടെ. എത്രയോ പെൺകുട്ടികളുണ്ട്. കാരണം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ലോകത്തിൻ്റെ ഏത് സിറ്റിയിലേക്കാണ് നിൽക്കുന്നതിനേക്കാൾ നല്ലത് ഈ നാടാണ്, സേഫ്റ്റിയാണ് എന്ന് മാതാപിതാക്കൾക്കും തോന്നിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ അത്ര കോൺഫിഡൻ്റ് ആണ് ദുബൈനെ പറ്റിയും അബുദാബിനെ പറ്റിയൊക്കെ, ഷാദിനെ പറ്റിയൊക്കെ. പിന്നെ ഇവിടെ അസോസിയേഷൻസ് ഉണ്ട്, അറിയുന്ന ആൾക്കാരുണ്ട്, വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയുണ്ട്. പല ആൾക്കാർക്കും ഇല്ലാത്ത പല സൗഭാഗ്യങ്ങളും UAE താമസിക്കുന്ന ആൾക്കാർക്കാണ്. കണക്റ്റഡ് ആണ് നമ്മൾ വളരെ. അതുകൊണ്ട് ഇവിടെ സാധ്യതകൾ കുറഞ്ഞു വരുന്നു, തീരാൻ പോകുന്നു എന്നാരും പറഞ്ഞത് കളവാണ്, ഏറ്റവും വലിയ കളവാണ്.